കർണാടകയിലെ ഒരു BJP MP ഒരു പ്രസ്താവന നടത്തി. ഏത് പ്രസ്താവനയും നടത്താമല്ലോ, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ 400 പരം സീറ്റ് ഞങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 3/2 ഭൂരിപക്ഷം ലോക്സഭയിലും അതുപോലെ രാജ്യസഭയിലും ആയിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന മാറ്റി കുറിക്കുമെന്നാണ്. എന്നുവെച്ചാൽ കുറിപ്പാണ് ഇന്ത്യൻ ഭരണഘടനയെ. അതിനെക്കുറിച്ച് പറയുന്ന ആ വർത്തമാനമാണ് ഞാൻ ഈ പറയുന്നത്. ഒന്ന് ആലോചിക്കട്ടെ, ഈ ഭരണഘടന എന്ന് പറയുന്ന വളരെ നമുക്ക് സോളം, അതായത് വളരെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു സാധനത്തെക്കുറിച്ച് പറയുന്നത് ഇത് ഞങ്ങൾ മാറ്റി കുറിക്കും, മാറ്റി എഴുതുന്നു ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന വലിച്ചീറി കളയുന്ന അതിലും നല്ലത്. എന്നിട്ട് പറഞ്ഞാൽ മതി അത് ഭരണഘടന ഇവിടെ ആവശ്യമില്ല. കാരണം എന്ത് പറയാമല്ലോ, ഇവർക്ക് എന്തും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇത് BJPയുടെ ഒരു പ്രഖ്യാപിത നയമാണെന്ന് അവർ വെളിവാക്കേണ്ടതാണ്. ഇന്ത്യൻ ഭരണഘടന മാറ്റും, മനുസ്മൃതി കൊണ്ടുവരുമായിരിക്കും ചിലപ്പോൾ. അതിനുവേണ്ടി ഭരണഘടന ഇവിടെ വേണ്ട. കാരണം ഇപ്പം ഇതേപോലെ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ മഹാനായ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞൊരു വാചകമുണ്ട്. കുചേലൻ പണ്ട് കൃഷ്ണൻ്റെ അടുത്ത് പോയപ്പോൾ, നല്ല ഉദാഹരണം കേട്ടോ, കുചേലൻ പണ്ട് കൃഷ്ണൻ്റെ അടുത്ത് പോയപ്പോൾ കൃഷ്ണനെതിരെ അന്വേഷണം വരുമായിരിക്കും, കൃഷ്ണന് വിവരം വെളിവാക്കേണ്ടതായിട്ട് വരും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അത്രയും ആക്ഷേപിക്കുകയാണ് സുപ്രീം കോടതിയെ. ആക്ഷേപിച്ചിട്ട് വിവരം അപ്പോൾ കണ്ടത് കേട്ടോ, ഇന്നലെ കിട്ടിയത്. അപ്പം ഇത് ഈ രീതിയിലാണ് കാഴ്ചപ്പാട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെ BJPയുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ MP പറഞ്ഞത് വെച്ച് നോക്കിയാൽ ഇവിടെ ഇനി ജുഡീഷ്യറി ആവശ്യമില്ല. ഞങ്ങൾ കുറേ ആളുകളെ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് നാഗ്പൂർ ഉള്ള ആളുകളെ എല്ലാം കൂടെ തിരഞ്ഞെടുത്ത് അവിടെ വെക്കും, റെഡിയാക്കും. അത് BJP RSSലെയും പറ്റിയ ആളുകളെ അവിടെ എടുത്തു വെക്കും. അവർ തീരുമാനിക്കും ശരി ഏതാ തെറ്റേതാന്ന്. അത് മതി, ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ അതാണ് എന്നവർ പറഞ്ഞാൽ അതല്ലയോ. ആ രീതിയിലാണ് പോകാൻ പോകുന്നത് കാര്യങ്ങൾ. ഭരണഘടന ഇങ്ങനൊന്നും അല്ല വേണ്ടത്, ഇതാണ് മനുസ്മൃതിയാണ് വേണ്ടത്. ഭരണഘടന വേറെ ഒന്നുമില്ല, ഈ അവകാശങ്ങളൊന്നും ആവശ്യമില്ല. ഇവിടെ വരേണ്യവർഗ്ഗങ്ങൾ ഇവിടെ ഭരിക്കും, അവർ നോക്കും, അവർണരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ചവിട്ടേറ്റ് കിടക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ഈ ഭരണഘടന ചിലപ്പോൾ എല്ലാ മൗലികാവകാശങ്ങളും ഒക്കെ എടുത്ത് കളയാം, എല്ലാം പോവാം. റൈറ്റ് ടു ഫ്രീഡം, അത് ആർട്ടിക്കിൾ 19 അതെല്ലാം കളയാം, ഇക്വാളിറ്റി കളയാം. പിന്നെ കളയേണ്ട ഏതാ? ജനാധിപത്യം കളയത്തില്ല, ഇതിൻ്റെ പേരിട്ട് അവരെ ഒരു ജനാധിപത്യം ഉണ്ടാക്കും. ഇപ്പം നടക്കുന്ന അതാണല്ലോ, അതാണ് ഇന്ത്യൻ ജനാധിപത്യം, അതങ്ങ് നടക്കും. പിന്നെ വേറെ ബാക്കി റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതങ്ങളെ വിശ്വസിക്കാനുള്ള ഒരു മതം മതി, അതൊക്കെ അവരങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ മതിയല്ലോ. ഈ രീതിയിലുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് ഇതിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. കാരണം ഇതേപോലെ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ഇങ്ങനെ ഈ വിധി വന്നു. യഥാർത്ഥത്തിൽ സർക്കാരിന് അത്രത്തോളം നാണക്കേടുണ്ടാകുന്ന കാര്യമാണ്. കാരണം സർക്കാരിൻ്റെ ഒരു ബാങ്കിനെ കൊണ്ട് ഇതുപോലെ സമയം ചോദിപ്പിക്കുകയാണ്. അത് വിവരം മൂടി വെക്കാനാണെന്നുള്ളത് വെടിവായി.